രാത്രി കിടന്നപ്പോഴാണ് ഓർത്തത് രാവിലത്തേക്കൊന്നും ചെയ്യാൻ ഇല്ലല്ലോ എന്ന്. അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ ഉഴുന്നും നമ്മുടെ ഗോതമ്പും കൂടെ കുതിർക്കാൻ വേണ്ടി ഇട്ട്. അപ്പോൾ ഇത് ഞാൻ അറിയാതെ ഗൗരിയും നവനീതും കൂടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ എപ്പോൾ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ നവനീത് ലൈറ്റിൻ്റെ വെട്ടം കണ്ടിട്ട് നവനീതും കൂടെ എഴുന്നേറ്റ് വരും കേട്ടോ. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഇപ്പം മണി 12:15 12:30 എങ്ങാണ്ടായി. എന്തുവാ അമ്മ? മിക്ക ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. രാത്രിയിലൊക്കെ എഴുന്നേറ്റ് വന്ന് അഥവാ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ വന്ന് ചൂട് പാലും വെള്ളം എന്ന് വെച്ചാൽ പൊടിയാണ് കേട്ടോ. പാൽപ്പൊടിയാണ്, പഞ്ചസാരയൊന്നും ഇടത്തില്ല. കുടിച്ചിട്ട് കിടന്നാൽ പെട്ടെന്ന് കിടന്നുറങ്ങും. അപ്പോൾ അരിയും ഗോതമ്പും കൂടെ കുതിർക്കാൻ വേണ്ടിയാണ് ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ നാഴി ഉഴുന്ന് പരിപ്പും 1.5 നാഴി ഗോതമ്പുമാണ് ഇട്ടിരിക്കുന്നത്. ഗോതമ്പ് നല്ലതുപോലെ കുതിർന്ന് ഇട്ടിയാൽ അരഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ. നല്ലതുപോലെ കുതിരണം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ കുറച്ച് അളവിലിട്ടാൽ മതി. ഇനി അളവ് കൂടിയാലും കുറച്ചാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അരിയും ഗോതമ്പ് പൊടി ഇട്ടാലും ദോശ നല്ലപോലെ എടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ഇട്ട് നല്ലതുപോലെ രാവിലെ ആയപ്പോൾ ഞാൻ അരച്ച് ദോശ ചുടാൻ വേണ്ടി എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ചമ്മന്തി എടുക്കാം. ചമ്മന്തി ഏത് ചമ്മന്തിയാണേലും കുഴപ്പമില്ല. ഞാനിവിടെ സാധാരണ ചമ്മന്തിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അമ്പഴങ്ങയുടെ ഒരു അച്ചാറും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്പഴങ്ങ ഇടിച്ച് ഉലുവയും കടുകെല്ലാം കൂടെ കടുവറുത്തതിന് ശേഷം മുളക് പൊടിയും കായവും എല്ലാം ഉപ്പും എല്ലാം കൂടി ഇട്ട് അച്ചാറും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു കൂട്ടുകാർ പറഞ്ഞായിരുന്നു ജനൽ എന്താ തുറക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ജനലും കൂടെ ഇന്ന് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. കൈ എത്തത്തില്ലെങ്കിലും ഞാൻ വടി വെച്ച് കുത്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആ മാവിൻ്റെ തന്നെ ഇഡ്ഡലി ഒന്ന് ചെയ്ത് നോക്കിയാണ്, കൊള്ളത്തില്ല കേട്ടോ. വെറുതെ അത്രയും മാവ് കളഞ്ഞ്. പിന്നെ ഈ ഗോതമ്പിൻ്റെ ദോശ വെച്ചേക്കാൻ കൊള്ളത്തില്ല മാവ്. അതുകൊണ്ട് കുറച്ച് മാത്രമേ ചെയ്യാവൂ കേട്ടോ. ഗോതമ്പ് ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് പുളിക്കും. അതുകൊണ്ട് ഇടുന്നവർ കുറച്ചിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ ദോശയൊക്കെ ചുട്ട് ദോശ, ചമ്മന്തി, നമ്മുടെ അമ്പഴങ്ങയുടെ അച്ചാർ. ഈ അമ്പഴങ്ങയുടെ അച്ചാർ എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു എറണാകുളത്തുള്ളൊരു ഹേമ എന്ന് പറയുന്നൊരു അക്കിയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്കിനി ഉള്ളിത്തീയൽ ചെയ്യാം. അതിന് വേണ്ടി ഞാൻ കുറേ കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് നിത്യവഴുതിനയും ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ട് പിന്നെ 2 പച്ചമുളകും കൂടെ കീറി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ട് ഒരു പിടിച്ചിരി തോരന് വേണ്ടി മാറ്റി വെച്ച് ബാക്കി തേങ്ങ എടുത്ത്. പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സാമ്പാർ പരിപ്പ്, എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക്, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ വാളൻപുളി, പിന്നെ മല്ലി വേണം. പച്ചമല്ലി തന്നെ ഇടണം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് വറുക്കാം. തേങ്ങ ഞാൻ വറുക്കുന്നത് എണ്ണ ഒഴിച്ചിട്ട് വറുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചട്ടിയുടെ അടിയിൽ ഇത് തേങ്ങ കരിഞ്ഞ് പോകത്തുമില്ല. പെട്ടെന്ന് നല്ലതുപോലെ വറുത്തും കിട്ടും. അപ്പോൾ ബ്രൗൺ കളർ ആകുന്നത് വരെയും വറുക്കണം കേട്ടോ. ഈ തേങ്ങ വറുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇന്നലെ ഞാൻ എല്ലാവരും പറഞ്ഞില്ലേ അമരപ്പയറാന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു തന്നതിൽ. അപ്പോൾ അമരപ്പയറാണോ വാളരിപ്പയറാണോ എന്നൊരു സംശയമുണ്ട്, എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്താണ് എല്ലാവരും പറയുന്നതെന്ന്. അപ്പോൾ അമരപ്പയറിൻ്റെ തോരനായി ഞാൻ തേങ്ങയും ആ നേരം കൊണ്ട് വറുത്തങ്ങോട്ട് വെച്ചേട്ടോ. തേങ്ങ പകുതി വറുത്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ച വറ്റൽമുളക്, ഉലുവയും മല്ലി എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് വറുത്താൽ മതി കേട്ടോ. പരിപ്പിന് വരെ ഉഴുന്നുപരിപ്പും നമ്മൾ വറുക്കുമ്പോൾ ചേർക്കും. പക്ഷേ ഉഴുന്നുപരിപ്പ് ചേർത്താൽ ഭയങ്കര കട്ടിയായിപ്പോവും കൂട്ടാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കാത്തത്. അപ്പോൾ നമ്മൾ മല്ലിക്ക് പകരം മല്ലിപ്പൊടി ഉള്ളിയുടെ കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങയെല്ലാം കൂടെ അരച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉള്ളിത്തീയൽ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇങ്ങോട്ട് ഇട്ട് പിന്നെ ഇച്ചിരി വേണമെങ്കിൽ വെളിച്ചെണ്ണയും കൂടെ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ തവിയൊക്കെ എനിക്ക് നവനീത് വാങ്ങിച്ചു തന്നെയാണ്. കുറേ തവിയലും ചട്ടുകവും ഈ തടിയുടെ കുറേ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇതിന് എനിക്കെന്തോ കൂട്ടാനൊക്കെ ഒഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ തവി പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ കറിവേപ്പില ഇട്ടതോടെ ഈ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായി. അപ്പോൾ ഉള്ളിത്തീയലും അമരപ്പയറിൻ്റെ തോരനൊക്കെ വെച്ചുള്ള ലഞ്ച് ബോക്സ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും തേജുവും കൂടെ ചെങ്ങന്നൂർ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. പിന്നെ അതിനു മുമ്പ് ഒരു ദേവീക്ഷേത്രമുണ്ട് പൂവത്തൂർ, അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ചെങ്ങന്നൂർ അമ്പലത്തിൽ പോകുന്നത് അവിടുത്തെ ദേവി തൃപ്പൂത്തായി. അപ്പോൾ തൃപ്പൂത്താറാട്ട് കഴിഞ്ഞിട്ട് 12 ദിവസത്തിനുള്ളിൽ നമ്മൾ മനസ്സിൽ വഴിപാട് എന്തെങ്കിലും മഞ്ഞൾപ്പറ നേർന്നിട്ടുണ്ടെങ്കിൽ അത് പോയി നടത്തണം. അപ്പോൾ ഈ 12 ദിവസത്തെ
ദിവസത്തിനുള്ളിലാണ് നടത്തേണ്ടത്. അപ്പോൾ തേജിൻ്റെ പേരിൽ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇത് 3ാമത്തെ മഞ്ഞൾപ്പറയാണ്. അപ്പോൾ അത് ഇടാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഞാനും തേജും കൂടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് ചെങ്ങന്നൂർ അമ്പലം. നല്ല രസമാണ് വൈകിട്ട് അവിടെ പോയി ഇരിക്കാൻ. നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല എന്തോ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ഭഗവാന്റെ ഒക്കെ അടുത്തെത്തിയതുപോലുള്ളൊരു ഫീലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം.